Hello to all. Welcome to the third part of the first module. In this part, we will be discussing about Compton effect. In our last classes, we have discussed about the photoelectric effect as well as the black body radiation. These are the two experiments which can only be explained using the particle theory of light, and the existing wave theory of light fails miserably to explain these phenomena, right? Just like that, there is another experiment or another phenomenon that has to be explained using quantum theory of light rather than wave theory of light, which is the Compton effect. Let us see what is Compton effect. Okay, so in here in Compton effect, what happens is uh, there are some materials like metals where the electrons inside the metal is loosely bounded. Okay, it is very loosely bounded. They are almost free. Okay, ഓൾമോസ്റ്റ് ഫ്രീ എന്ന് പറയുമ്പം നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് കേസ് എഫക്റ്റിൻ്റെ കേസിലും നമ്മൾ പറയുക എന്താ പറയുക വർക്ക് ഫംഗ്ഷൻ ഉണ്ട്. വർക്ക് ഫംഗ്ഷൻ ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 1 or 2 2 3 4 ഇലക്ട്രോൺ വോൾട്ട്സ്, റൈറ്റ്? ബട്ട് ഇൻ ഹിയർ ഇവിടെ കോംപ്ടൺ എഫക്റ്റ് സാധാരണ കാണിക്കാറ് ഹൈലി എനർജറ്റിക് ആയുള്ള എക്സ് റേസ് പോലത്തെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇപ്പോൾ എക്സ് റേസിൻ്റെ എനർജി എന്ന് പറയുന്നത് വിസിബിൾ റേഞ്ചിൻ്റെ എനർജിയേക്കാൾ 100 to 1000 ടൈംസ് കൂടുതലാണ്, ശരിയല്ലേ? അപ്പോൾ എക്സ് റേനെ വെച്ച് നോക്കുമ്പം ഈ വർക്ക് ഫങ്ഷനൊക്കെ വളരെ 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 നെഗ്ലിജിബിൾ ആണ്. സോ in principle, Compton effect can be explained as it is the phenomenon in which the radiation scattered from loosely bound നിയർ ഫ്രീ ഇലക്ട്രോൺ. ഫ്രീ ഇലക്ട്രോണിനെ ആണ് നമ്മളുടെ കോംപ്ടൺ എഫക്റ്റ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്, ശരിയല്ലേ? അതെന്തുകൊണ്ടാണ് ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഈസ് നോ. അത് മെറ്റലിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺ തന്നെയാണ്. ബട്ട് വരുന്നത് എക്സ്റേ ആകുമ്പം അതിന് എനർജി ഒരുപാട് കൂടുതലാകുമ്പം this work function is quite negligible, so you can treat those electrons as free electrons. That is the theory behind it. So when it comes to photoelectric effect, we define it as electron inside the metal, and that has to overcome some sort of a work function. Even a work function is very negligible, so you don't even care about that. Here in principle, you can say that the light scatters from almost free electron. Okay, that is one difference between uh, photoelectric effect. അവിടെ നമ്മളുടെ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു കൺസിഡറബിൾ ആയുള്ള എനർജിയാണ്. ഹിയർ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. ഓക്കെ, in practice, in theory, we can say that X-rays are scattered with free electrons. Okay, so the difference between photoelectric effect here is നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ദ ഫോട്ടോൺ ഈസ് ടോട്ടലി അബ്സോർബ്ഡ് ബൈ ദ എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ടോട്ടലി അബ്സോർബ്ഡ് ബൈ ദ ഇലക്ട്രോൺ. ഇവിടെ അങ്ങനെയല്ല, പാർഷ്യൽ എനർജി മാത്രമേ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ കുറഞ്ഞ എനർജിയും കൊണ്ട് ലൈറ്റ് റേഡിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്, അല്ലേ? ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ദ കംപ്ലീറ്റ് ഫോട്ടോൺ ഹാസ് ബീൻ
എന്താ പറയുക, captured by the electron. However, in the case of Compton effect, uh, a part of energy of the incoming light is actually absorbed by the electron, and the rest of the and it will scatters with the remaining energy. That is, the light will scatters with the remaining energy. അതായത് വന്നിരിക്കുന്ന ലൈറ്റിൻ്റെ ഒരു ഭാഗം എനർജി മാത്രമേ നമ്മളുടെ ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ. ബാക്കി ഭാഗം എനർജിയും കൊണ്ട് ലൈറ്റ് വേറെ ഏതെങ്കിലും ദിശയിൽ പോകുന്നതാണ്. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം, വൈ നോട്ട് വേവ് പിക്ചർ? നമ്മൾ വേവ് പിക്ചർ വെച്ചിട്ട് നമുക്ക് കോംപ്റ്റൺ എഫക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കേസിൽ കണ്ടു അല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ. അതായത് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വിചാരിച്ചു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നു, പക്ഷെ മാറിയിട്ടില്ല, അത് ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ്, ശരിയല്ലേ? അതുപോലുള്ള ഡിസ്ക്രപ്പൻസീസ് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ എന്താണ് ആ ഡിസ്ക്രപ്പൻസി എന്ന് നോക്കാം. ഒബ്വിയസ്ലി റിലേറ്റഡ് ഡിസ്ക്രപ്പൻസി തന്നെയാണ്. നമ്മൾ വേവ് തിയറി ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യു നമ്മളെങ്ങനെ വരാം, ഒരു വേവ് വന്ന് ഇടിക്കുന്നു, ആ വേവിൻ്റെ കുറച്ച് എനർജി ഇലക്ട്രോൺസിന് കിട്ടുന്നു. അപ്പോൾ ആ ഇലക്ട്രോൺസ് അവിടെ സ്കാറ്ററിങ് നടക്കുന്നു. സ്കാറ്ററിങ് നടന്നതിൻ്റെ ശേഷം എന്ത് സംഭവിക്കും? ആ ലൈറ്റ് പുറത്തോട്ട് പോകും. ഓക്കെ, ലൈറ്റ് പുറത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത്തിന് ചേഞ്ച് വരാൻ പാടില്ല. കാരണം എനർജി ഇൻ വേവ് തിയറി ഈസ് റിലേറ്റഡ് ടു ഇൻറ്റൻസിറ്റി, നോട്ട് ദ ഫ്രീക്വൻസി ഓർ ദ വേവ് ലെങ്ത്. സോ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മളുടെ ലൈറ്റ് വന്ന് ഇലക്ട്രോണിനെ തട്ടി അതിനുശേഷം സ്കാറ്റർ ചെയ്യപ്പെടുന്ന ലൈറ്റിന് വേവ് ലെങ്ത്തിന് അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ട്. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പം പുറത്തോട്ട് റീറേഡിയേറ്റ് ചെയ്യുന്ന സ്കാറ്റർ ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിന് ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ വേവ് തിയറിയിൽ എനർജി എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിൻ്റെ നമ്മളുടെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് എനർജി അല്ലേ? വേവ് തിയറിയിൽ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ് എനർജി, അല്ലാതെ എന്തല്ല, വേവ് ലെങ്ത് അല്ല, അല്ലേ? അപ്പോൾ എനർജി മാറുമ്പം വേവ് ലെങ്ത് അല്ല മാറേണ്ടത്, ആംപ്ലിറ്റ്യൂഡാണ് മാറേണ്ടതെന്നായിരുന്നു നമ്മളുടെ വേവ് തിയറി പറയുന്നത്. പക്ഷേ ഇൻ ഹിയർ ഇവിടെ തട്ടിത്തെറിക്കുന്ന, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു റേഡിയേഷനാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, തട്ടിത്തെറിക്കുന്ന റേഡിയേഷന് വേവ് ലെങ്ത്തിന് മാറ്റമുണ്ട്. ഇൻഫാക്ട് ആ വേവ് ലെങ്ത് എന്ന് പറയുന്നത് പഴയ വേവ് ലെങ്തിനെക്കാട്ടും വളരെ വലുതായിട്ടാണ് കാണപ്പെടുന്നത്. സോ ദിസ് കനോട്ട് ബി എക്സ്പ്ലെയിൻ യൂസിങ് classical wave theory, because in classical wave theory energy is related to amplitude of the wave, not the wavelength of the wave. So that is the main difference. That is why you need a particle or a quantum theory to explain the Compton effect. Now let us see how it goes. നമ്മളെ കയ്യിൽ we got an electron which is at rest. അപ്പോൾ ഇതാണ് ആ ഇലക്ട്രോൺ. ഓക്കെ, ആ ഇലക്ട്രോണിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് വന്ന് ഇടിക്കുന്നു, എ ഫോട്ടോൺ ഇൻസിഡൻറ്റ് ഓൺ ദിസ് ഇലക്ട്രോൺ വിച്ച് ഈസ് എറ്റ് റെസ്റ്റ്. അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്, വിച്ച് ഈസ് ഗിവൺ ഹിയർ. വാട്ട് ഈസ് ദ മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ? നമുക്കറിയാം ഫോട്ടോണിന് മാസ് ഇല്ല. സോ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എം വി എന്നുള്ള ഇക്വേഷൻ, മാസ് 0 ആകുമ്പോൾ മൊമെൻറ്റം 0 ആവും, ശരിയല്ലേ? അതേപോലെ ഫോട്ടോൺ എനർജി ഉണ്ട്, അപ്പോൾ അതിനെന്തായാലും ഒരു മൊമെൻറ്റവും ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും കോൺട്രഡിക്ടറി ആണ്. അപ്പോൾ ഈ കോൺട്രഡിക്ഷൻ മാറുന്നത് റിലേറ്റിവിറ്റിയിലാണ്. നമ്മൾ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു ഇ ബൈ സി, അല്ലെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു പി സി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? നമുക്കറിയാം ടോട്ടൽ എനർജി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റൈസ് ടു 4 അല്ലേ? വെൻ എം ഗോസ് ടു 0, ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, ഇ ഈസ് ഈക്വൽ ടു പി സി, ആൻഡ് പി ഈസ് ഈക്വൽ ടു ഇ ബൈ സി, വിച്ച് ഈസ് ഷോൺ ഹിയർ. ഓക്കെ,
അപ്പോൾ വന്നിടിക്കുന്ന ഫോട്ടോണിൻ്റെ എനർജി എച്ച് ന്യൂ ആണ്, മൊമെൻറ്റം E/c ആണ്, വിച്ച് ഈസ് എച്ച് ന്യൂ ബൈ സി. ഓക്കെ, അപ്പം ഇത് തട്ടി സ്വാഭാവികമായും നമ്മുടെ എക്സ് റേസ് ഇതുമേൽ തട്ടി സ്കാറ്റർ ചെയ്യും. അങ്ങനെ സ്കാറ്റർ ചെയ്യുമ്പോൾ കുറച്ച് എനർജി ഇലക്ട്രോണിന് കൊടുത്തിട്ടാണ് അത് പോവുക. സ്വാഭാവികമായും സ്കാറ്റേർഡ് ഇലക്ട്രോണിന് അല്ലെങ്കിൽ സ്കാറ്റേർഡ് ഫോട്ടോണിന് എനർജി കുറവാവും. ദാറ്റ് മീൻസ് സ്കാറ്റേർഡ് ഫോട്ടോണിന് വേവ് ലെങ്ത് കൂടുതലാവും. കണ്ടോ, ഇവിടെ ചെറിയ വേവ് ലെങ്ത്തും ഇവിടെ കൂടുതൽ വേവ് ലെങ്ത്തുമാണ്. കാരണം എനർജി കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടും. ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ എനർജിയാണ്, അതിൻ്റെ പുതിയ ഫ്രീക്വൻസിയാണ് ന്യൂ ഡാഷ്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ ഡാഷ് ആണ്. ഇതിനൊരു മൊമെൻ്റം ഉണ്ട്, സ്വാഭാവികമായും എച്ച് ന്യൂ ഡാഷ് ബൈ സി, കാരണം പി ഈക്വൽ ടു ഇ ബൈ സി ആണ്. അതാണ് നമ്മളുടെ സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ കേസ്. ഇനി ഇലക്ട്രോണിൻ്റെ കേസ് നോക്കാം. ഇലക്ട്രോൺ ഇങ്ങോട്ട് ആണ് ഒരു തീറ്റ ആംഗിളിലാണ് നെഗറ്റീവ് വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്തത്. ഫോട്ടോൺ ഫൈ ആംഗിളിലാണ് പോസിറ്റീവ് വൈ ആക്സിസിലേക്ക് സ്കാറ്റർ ചെയ്തത്, ആ ഡയറക്ഷനിൽ. ശരിയല്ലേ? അപ്പം ഈ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, അതിനൊരു മൊമെൻറ്റം കിട്ടി, പി ആണ്. ശരിയല്ലേ? അപ്പോൾ അതാണ് ഇത് വെക്ടോറിയലി റെപ്രസെൻറ്റ് ചെയ്തത്. ഇങ്ങോട്ടുള്ളതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എച്ച് ന്യൂ ഡാഷ് ബൈ സി ആണ്, ഇങ്ങോട്ടുള്ളതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് പി ആണ്. ശരിയല്ലേ? അപ്പോൾ ഇതൊരു വെക്ടറാണ്, സ്വാഭാവികമായി ഇതിനെ രണ്ട് കോമ്പണൻ്റ് ആക്കാം. ദിസ് വിൽ ബി ദാറ്റ് എച്ച് ന്യൂ ഡാഷ് സി കോസ് ഫൈ ആണെങ്കിൽ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എച്ച് ന്യൂ ഡാഷ് സി സൈൻ ഫൈ ആവും. ശരിയല്ലേ? അപ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോസ് തീറ്റ കോമ്പണൻ്റ് ആവും, ഇത് സൈൻ തീറ്റ കോമ്പണൻ്റ് ആവും, വിച്ച് ഇസ് ദിസ് വൺ. ശരിയല്ലേ? സിമിലർലി ഇതാണ് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം. സ്വാഭാവികമായി അതിന് എക്സ് ആക്സിസിൽ ഒരു കോമ്പണൻ്റ് ഉണ്ടാവും, വിച്ച് ഈസ് പി കോസ് തീറ്റ. വൈ ആക്സിസിൽ ഒരു കോമ്പണൻ്റ് ഉണ്ടാവും, വിച്ച് ഈസ് പി സൈൻ തീറ്റ. ഐ തിങ്ക് ദിസ് ഈസ് വെരി ക്ലിയർ. അപ്പം ഈ ഒരു ഡയറക്ഷനെ നമ്മൾ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നു. ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഈസ് വൈ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ നോക്കാം. നമ്മുടെ ഇലക്ട്രോണ് ഫോട്ടോൺ വന്നിടിക്കുന്നു, കുറച്ച് എനർജി നഷ്ടപ്പെടുന്നു, ബാക്കിയുള്ള എനർജിയും കൊണ്ട് ഫോട്ടോൺ പോകുന്നു. ശരിയല്ലേ? അപ്പം നഷ്ടപ്പെട്ട എനർജി എവിടെയാണ് കിട്ടുന്നത്? നമ്മളുടെ ഈ ഇലക്ട്രോണാണ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പം ഈ ഫോട്ടോണിൻ്റെ എനർജിയും സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് എവിടെയാണ് പോയത്? ഈ ഇലക്ട്രോണിൻ്റെ എനർജി ആയിട്ടാണ് പോയത്. സോ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു, ആ എനർജി എന്ന് പറയുന്നത് എന്താവും? ഒബ്വിയസ്ലി ഇറ്റ് വുഡ് ബി കൈനറ്റിക് എനർജി. എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി, വിച്ച് ഈസ് ദ എനർജി ഗെയിൻ ബൈ ദ ഇലക്ട്രോൺ. ഓക്കെ, സ്വാഭാവികമായും നമ്മളുടെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ശരിയല്ലേ? അപ്പോൾ അത് എക്സ് ആക്സിസിലും കൺസേർവ്ഡ് ആവണം, വൈ ആക്സിസിലും കൺസേർവ്ഡ് ആവണം. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും മൊമെൻറ്റം ഷുഡ് ബി കൺസേർവ്ഡ്. ശരിയല്ലേ? അതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എഴുതിയത് എന്താ വെച്ചാൽ ഫോട്ടോണിൻ്റെ എനർജി പറയുന്നത് എച്ച് ന്യൂ ബൈ സി ആണ്, സോറി ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എച്ച് ന്യൂ ബൈ സി ആണ്. ഇനീഷ്യലി ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എറ്റ് റെസ്റ്റ്. പിന്നീട് ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫോട്ടോണിൻ്റെ എച്ച് ന്യൂ ഡാഷ് ബൈ സി ആണ്, ഇലക്ട്രോണിൻ്റെ പി ആണ്. അതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമ്മൾ എച്ച് ആക്സിസിലുള്ള മൊമെൻറ്റം കൺസർവേഷൻ നോക്കാം. നമുക്കറിയാം, നേരത്തെ കാണിച്ച അതേ ചിത്രമാണിതും. അപ്പോൾ എച്ച് ആക്സിസിൽ നിങ്ങൾക്കറിയാം നമ്മളുടെ ലൈറ്റിൻ്റെ സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഡയറക്ഷനാണിത്. അപ്പോൾ സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഈ ഡയറക്ഷനിൽ ലൈറ്റ് വരുന്നു, അത് സ്കാറ്റർ ചെയ്ത് ഈ ഡയറക്ഷനിൽ പോകുന്നു ഇൻ ദ വിത്ത് എൻ ആംഗിൾ ഫൈ. ശരിയല്ലേ? അപ്പോൾ ഇവിടേക്കുള്ള മൊമെൻറ്റം എന്ന് പറയുന്നത് എച്ച് ന്യൂ ഡാഷ് ബൈ സി ആണ്. സ്വാഭാവികമായും അതിനെ രണ്ട് കോമ്പണൻ്റ് ആക്കി മാറ്റാം, ഒരു കോസ് തീറ്റ കോമ്പണൻ്റ്, ഒരു സൈൻ തീറ്റ കോമ്പണൻ്റ്. ശരിയല്ലേ? സിമിലർലി ഇലക്ട്രോൺ ആദ്യം റെസ്റ്റിലാണ്, ലൈറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ശരിയല്ലേ? അപ്പം ഇനീഷ്യലി ഇലക്ട്രോണിന് മൊമെൻ്റം ഒന്നുമില്ല, പക്ഷേ ഫൈനലി അതിനൊരു മൊമെൻ്റം ഉണ്ടാവുന്നുണ്ട്. ആ മൊമെൻ്റം എന്ന് പറയുന്നത് നമുക്ക് കോസ് തീറ്റ കോമ്പണൻ്റ് ആക്കാം, സൈൻ തീറ്റ കോമ്പണൻ്റ് ആക്കാം.
അപ്പോൾ ഇൻ എച്ച് ആക്സിസ് നിങ്ങൾ ഇനീഷ്യൽ മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ ലൈറ്റിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം ആണ് എച്ച് ന്യൂ ബൈ സി വന്നിടിക്കുന്നതിന് മുന്നേ ബിഫോർ കൊളീഷൻ. നമ്മുടെ ഇലക്ട്രോണിൻ്റെത് 0 ആണ് ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. Similarly, final this has to be equated with the final momentum. അപ്പോൾ ഇവിടെ ഇൻ എച്ച് ആക്സിസ്, അപ്പോൾ ഇൻ എച്ച് ആക്സിസിൽ ഫൈനൽ മൊമെൻറ്റം ഏതാണ്? നമ്മുടെ സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഒരു കോസ് തീറ്റ കോമ്പണൻ്റ് ഉണ്ട്, നമ്മളുടെ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ഒരു സൈൻ കോസ് തീറ്റ കോമ്പണൻ്റ് ഉണ്ട്. സോ ഇൻ എച്ച് ആക്സിസ് ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എച്ച് ന്യൂ ഡാഷ് ബൈ സി കോസ് ഫൈ പ്ലസ് cos theta, p cos theta. ശരിയല്ലേ? Similarly, you can do this for y direction also. അപ്പം as you know, the light is coming in x-axis in the h direction. That means there is no component in the y direction, so 0. And obviously, the electron is at rest, so no y component, 0. So initial momentum is 0. Now the final momentum. Okay, since this is 0, you have to have a minus sign here. That is pretty obvious, right? അപ്പോൾ നിങ്ങളിത് നോക്കുകയാണെങ്കിൽ ഇൻ വൈ ഡയറക്ഷൻ നമ്മളുടെ സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ എച്ച് ന്യൂ ഡാഷ് ബൈ സി സൈൻ ഫൈ ആണ്. നമ്മളുടെ ഇലക്ട്രോണിൻ്റെത് പി സൈൻ ഫൈ ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ആണ്. ശരിയല്ലേ? ഒന്ന് ഇങ്ങോട്ടുമാണ് പോകണത്, ഒന്ന് ഇങ്ങോട്ടുമാണ് പോകുന്നത്. ഇത് പ്ലസ് വൈ ഡയറക്ഷനാണ്, ഇത് മൈനസ് വൈ ഡയറക്ഷനാണ്. ശരിയല്ലേ? അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ മൈനസ് ഇട്ടില്ലെങ്കിൽ എന്താ സ്ഥിതി എന്നറിയോ? ഈ സാധനം ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആവും. ശരിയല്ലേ? ഇതേ പ്ലസ് ഇത് എന്ന് പറയുന്നത് രണ്ടും 0 അല്ലാത്തതുകൊണ്ട് ഇതിനൊരു വാല്യൂ വരും. സോ ഇറ്റ് വിൽ നെവർ ബിക്കം 0. ശരിയല്ലേ? So the direction up here, the direction of momentum in the y direction is down here. So h nu dash sin phi ആണ് നമ്മളുടെ scattered light ന്റെ y direction momentum. നമ്മളുടെ ഇലക്ട്രോണിൻ്റെ ആണെങ്കിൽ മൈനസ് പി സൈൻ തീറ്റയാണ്. സോ 0 ഈസ് ഈക്വൽ ടു ദിസ് ടേം പ്ലസ് ദിസ് ടേം. ശരിയല്ലേ? അപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദർ ആർ 2 ആംഗിൾസ് ഇൻവോൾവ് ഇൻ ഇക്വേഷൻ. ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ ഇക്വേഷനിൽ 2 ആംഗിളും ഇൻവോൾവ് ആണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യണം. സംഹൗ വി ഹാവ് ടു nullify this one of these 2 angles. Okay, so if you look at the equation, you can see that here you have a sin theta, here you have a cos theta. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഫൈൻ്റെ രീതിയിലാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. കാരണം നമ്മൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് വേണ്ടത്. സോ യു ഡോണ്ട് നീഡ് ദിസ് തീറ്റ. ഓക്കെ, സോ തീറ്റ ഈസ് എക്സ്പെൻഡബിൾ. അപ്പോൾ നമുക്ക് ഈ തീറ്റനെ ഒഴിവാക്കാം. യു നീഡ് എവറിത്തിങ് ഇൻ ടേംസ് ഓഫ് ഫൈ. അപ്പോൾ തീറ്റനെ ഒഴിവാക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ ഒരു പി കോസ് തീറ്റ ഉണ്ട്, പി സൈൻ തീറ്റ ഉണ്ട്. എന്താ നിങ്ങളെ മനസ്സിൽ വരിക? നിങ്ങൾക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് 1. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പി കോസ് തീറ്റേൻ്റെ ഇക്വേഷനിൽ എഴുതി, പി സൈൻ തീറ്റയുടെ ഇക്വേഷൻ എഴുതി. ഇവിടെ തൂങ്ങിക്കിടക്കുന്ന സീനെ അപ്പുറത്തേക്ക് ഇട്ടാവും. പി സി കോസ് തീറ്റയായി, ഇവിടെ പി സി സൈൻ തീറ്റയായി. ശരിയല്ലേ? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? യു ഗോട്ട് എ കോസ് തീറ്റ ടേം, യു ഗോട്ട് എ സൈൻ തീറ്റ ടേം, യു ജസ്റ്റ് സ്ക്വയർ ഇറ്റ് ആൻഡ് ആഡ് ഇറ്റ്. Okay, so if you square it, you will get p square c square cos square theta plus p square c square sin square theta. എന്ന് വെച്ചാൽ p square c square into cos square theta plus sin square theta, that is equal to p square c square. That is in the left hand side of this equation, right? Here you have h nu minus h nu dash cos phi. You have to square it. Then what you have? H nu square whole square plus h nu dash whole square cos phi square. ശരിയല്ലേ? മൈനസ് 2 h nu dash cos phi എന്താണ്? cos phi into cos phi again cos square phi. ശരിയല്ലേ? അപ്പം അവിടെ കിട്ടും. ഇവിടെ നമ്മൾ ഇത് സ്ക്വയർ ചെയ്യുമ്പം എച്ച് ന്യൂ ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള എച്ച് ന്യൂ ഡാഷ് കോസ് സ്ക്വയർ ഫൈയും ഇവിടെ എച്ച് ന്യൂ ഡാഷ് സൈൻ സ്ക്വയർ ഫൈയും രണ്ടും കൂടി ആഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ കിട്ടും. ശരിയല്ലേ? ആൻഡ് ബാക്കിയുള്ള ടേം ഇവിടെ വരുന്നതാണ്. ഈ പറഞ്ഞപ്പോൾ മാറിയത് യു ഹാവ് ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? എച്ച് ന്യൂ സ്ക്വയർ
h nu dash square cos square phi plus 2 h nu into h nu dash cos phi. ശരിയല്ലേ? അതിൽ h nu dash cos square ഫൈയും h nu dash sin square ഫൈയും പ്ലസ് ചെയ്യുമ്പോൾ h nu dash സ്ക്വയർ എന്ന് വരുന്നു. ബാക്കിയുള്ള ടേം h nu dash സ്ക്വയർ ഉണ്ടാവും, h nu സ്ക്വയർ ഉണ്ടാവും. ശരിയല്ലേ? പിന്നെ 2 ഇൻറ്റു h nu ഇൻറ്റു h nu dash cos ഫൈ ഉണ്ടാവും. റിമൈനിങ് h nu സ്ക്വയർ. ശരിയല്ലേ? ഇതാണ് പി സ്ക്വയർ സി സ്ക്വയറിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് പി സ്ക്വയർ സി സ്ക്വയറിൻ്റെ മറ്റേതെങ്കിലും ഇക്വേഷൻ, നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് അറിയുന്ന എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടാക്കും. അതിനുശേഷം ഇവ രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്ക്വയർ സി സ്ക്വയർ വരുന്ന നിങ്ങളുടെ ഇക്വേഷൻ എന്താ? റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, വിച്ച് ഈസ് ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ സി ഫോർ പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ. ശരിയല്ലേ? അതേപോലെ നമ്മൾ റിലേറ്റിവിസ്റ്റിക്കലി ഏതൊരു വസ്തുവിനും ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അത് മാത്രമല്ല അതിൻ്റെ മാസ് കാരണം ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്, വിച്ച് ഈസ് റെസ്റ്റ് മാസ് എനർജി എം സി സ്ക്വയർ. സോ നമ്മൾക്ക് ഇയുടെ ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട്. സോ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. E square ആക്കിയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ദിസ് ഈസ് ഇ സ്ക്വയർ ആൻഡ് ദിസ് യു ക്യാൻ മേക്ക് ഇറ്റ് ഇ സ്ക്വയർ. സോ യു വിൽ ഹാവ് കെ ഇ പ്ലസ് എം സി സ്ക്വയർ ഹോൾ സ്ക്വയർ. അതാണല്ലോ ഇ സ്ക്വയർ. ഈക്വൽ ടു ഇതിൻ്റെ ഈ സ്ക്വയർ എടുത്താൽ റൂട്ട് പോകും, എം സ്ക്വയർ സി ഫോർ പ്ലസ് പി സ്ക്വയർ സി സ്ക്വയർ. അപ്പോൾ പി സ്ക്വയർ സി സ്ക്വയറിനൊരു ഇക്വേഷൻ കിട്ടി, വിച്ച് ഈസ് ദിസ് വൺ. ശരിയല്ലേ? എങ്ങനെയാണ്? കെ ഇ സ്ക്വയർ ഇതിന് സ്ക്വയർ ആണ്, അപ്പോൾ കെ ഇ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി ഫോർ പ്ലസ് ടു കെ ഇ എം സി സ്ക്വയർ. അപ്പം ടു കെ ഇ എം സി സ്ക്വയർ ഉണ്ട്, ഒരു കെ ഇ സ്ക്വയർ ഉണ്ട്. ശരിയല്ലേ? പിന്നെ ഇവിടെ എം സ്ക്വയർ സി ഫോർ ഇവിടെ രണ്ടും വെട്ടിപ്പോകും. ശരിയല്ല? അപ്പോൾ പി സ്ക്വയർ സി സ്ക്വയറിന് ഒരു ഇക്വേഷൻ കിട്ടി. പക്ഷേ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്, അല്ലേ? മൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ആ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയി കിട്ടുന്നത് വന്നിടിക്കുന്ന ലൈറ്റിൽ നിന്നാണ്. സോ വന്നിടിക്കുന്ന ലൈറ്റിന് മിസ്സായി പോയ എനർജി എന്താണോ അതാണ് ഇതിന് കിട്ടിയ കൈനറ്റിക് എനർജി, വിച്ച് വി ഹാവ് ഓൾറെഡി സ്റ്റേറ്റഡ് ഇൻ അവർ ഫസ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ you got this equation, kinetic energy is equal to h nu minus h nu dash. ശരിയല്ലേ? Now all that you have to do is just substitute kinetic energy here, h nu minus h nu dash. ഇവിടെ h nu minus h nu dash സ്ക്വയർ വരും. ശരിയല്ലേ? അങ്ങനെയാവുമ്പോൾ പി സ്ക്വയർ സി സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ ചെയ്യാം, എച്ച് ന്യൂ ഡാഷ് എച്ച് ന്യൂ സ്ക്വയർ ഉണ്ടാവും, എച്ച് ന്യൂ ഡാഷ് സ്ക്വയർ ഉണ്ടാവും, മൈനസ് ടു എച്ച് ന്യൂ ഡാഷ് ഉണ്ടാവും. ഇവിടെ ടു എം സി സ്ക്വയർ ഉണ്ട്, മൈനസ് ഇൻറ്റു എച്ച് ന്യൂ ഡാഷ്. ശരിയല്ലേ? പ്രറ്റി ഒബ്വിയസ്. ഇനി നമ്മളുടെ മൂന്നാമത്തെ ഇക്വേഷൻ, കഴിഞ്ഞ സ്ലൈഡിലുള്ള മൂന്നാമത്തെ ഇക്വേഷൻ ഇവിടെ കൊണ്ടുപോയി പ്ലഗ് ചെയ്യുക, ബിക്കോസ് ദ ഇക്വേഷൻ ഹിയർ ഓൾസോ ഈസ് ഫോർ പി സ്ക്വയർ സി സ്ക്വയർ. നൗ യു ക്യാൻ equate these two and cancel all those terms which are the same. So h nu square കട്ട് ചെയ്ത് പോയി, h nu square കട്ട് ചെയ്ത് പോയി, h nu dash സ്ക്വയറും കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ടേം ഉണ്ടാവും, മൈനസ് ടു എച്ച് ന്യൂ ഡാഷ് കോസ് ഫൈ. ശരിയല്ലേ? പിന്നെ വേറെ ഏത് ടേം ഉണ്ടാവുക? ഇതിൽ ടു എം സി സ്ക്വയർ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ഉണ്ടാവും. ശരിയല്ലേ? ഇവിടെ ടു എച്ച് ന്യൂ ഡാഷ് ഉണ്ടാവും. അപ്പോൾ ഈ ടേം മാത്രം നമ്മൾ ഒറ്റയ്ക്ക് എടുത്തു, വിച്ച് ഇസ് ടു എം സി സ്ക്വയർ എച്ച് ന്യൂ ഡാഷ്. ബാക്കിയുള്ള ടേം എന്ത് ചെയ്യുന്നു? ഇത് പ്ലസ് ആവും. സോ ടു എച്ച് ന്യൂ ഡാഷ്. ശരിയല്ലേ? പിന്നെ ഇവിടെ ഉള്ളത് മൈനസ് എന്താണ്? ടു എച്ച് ന്യൂ ഡാഷ് കോസ് ഫൈ ഉണ്ട്. അപ്പോൾ ടു എച്ച് ന്യൂ ഡാഷിന് രണ്ടൊന്നും കോമൺ എടുക്കുക. ഇവിടെ 1 വരും, ഇവിടെ കോസ് ഫൈ വരും. ശരിയല്ലേ? നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ദിസ് ഈസ് അവർ ഇക്വേഷൻ. ഈ ഇക്വേഷനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ടു എച്ച് സ്ക്വയർ സി സ്ക്വയറിനെ കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുന്നു. അപ്പം 2 പോയി, ഇവിടുത്തെ എച്ച് പോയി, അപ്പോൾ അടിയിലൊരു എച്ച് വരും, കാരണം എച്ച് സ്ക്വയർ ആണ്. പിന്നെ സി സ്ക്വയർ പോയി. ശരിയല്ലേ? അപ്പോൾ ഇവിടെയും നോക്കുമ്പം മൊത്തം ഇതിനെ ഡിവൈഡ് ചെയ്യും. 2 പോവും, എച്ച് സ്ക്വയർ പോവും, ന്യൂ ഡാഷിന് എനിക്ക് സി ബൈ ലാംഡ എന്ന് എഴുതാം. അപ്പം ന്യൂ ഈ സി ബൈ ലാംഡ, ന്യൂ ഡാഷ് ഈ സി ബൈ ലാംഡ ഡാഷ്. അപ്പോൾ അവിടെ ഒരു സി സ്ക്വയർ ഉണ്ടാകും. അപ്പോൾ ആ സി സ്ക്വയറും അങ്ങ് പോവും. ശരിയല്ലേ? എച്ച് സ്ക്വയറും പോവും. അപ്പോൾ ഇവിടെ 1 ബൈ ലാംഡ ഡാഷും ലാംഡയും മാത്രമേ ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ എം ഓൾറെഡി ഉണ്ട്, എച്ച് ഇവിടെ ഉണ്ട്,
സി സി പുറത്ത് വരും. കാരണം ആദ്യത്തെ സി സ്ക്വയർ കട്ട് ചെയ്ത് പോകണ്ടെങ്കിലും ന്യൂ എന്ന് പറയുന്നത് സി ബൈ ലാംഡയാണ്. ഇവിടെ സി ഡാഷ് ബൈ സി ബൈ ലാംഡ ഡാഷ് ആണ്. അപ്പോൾ ആ സി ആണ് ഈ സി. സോ 1 ബൈ ലാംഡ മൈനസ് 1 ബൈ ലാംഡ ഡാഷ് ഈക്വൽ ടു ദിസ് ടേം. ശരിയല്ലേ? അപ്പം നിങ്ങൾക്കറിയാം ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ, ന്യൂ ഡാഷ് ഈസ് സി ബൈ ലാംഡ ഡാഷ് ആണ്. അപ്പം ഇതിനെ നിങ്ങൾ എൽ സി എം എടുത്തു. എൽ സി എം എടുത്താൽ ലാംഡ ലാംഡ ഡാഷ് അടിയിൽ വരും. ഇവിടെ ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഉണ്ടാവും. ഇവിടെ ഒരു ലാംഡ ലാംഡ ഡാഷിൻ്റെ ഇവിടുത്തെയും കട്ട് ചെയ്ത് പോകും. സോ യു വിൽ ഗെറ്റ് ലാംഡ ഡാഷ് മൈനസ് ലാംഡ. എച്ച് ബൈ എം സി താത്തോട്ട് പോകും, അപ്പുറത്തെ സൈഡ് പോകും. എച്ച് ബൈ എം സി ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ. ശരിയല്ലേ? അപ്പോൾ ഇതിനെയാണ് കോംപ്ടൺ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫിനോമിനയാണ് കോംപ്ടൺ എഫക്റ്റ് എന്നും പറയുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ലാംഡ ഡാഷ് മൈനസ് ലാംഡ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ലാംഡ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാറ്റർ ചെയ്ത് പോകുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. സ്വാഭാവികമായും അതിന് എനർജി കുറവാണ്, സ്വാഭാവികമായും വേവ് ലെങ്ത് കൂടും. അപ്പം സ്കാറ്റർ ചെയ്ത ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ലാംഡ ഡാഷ് മൈനസ് ഒറിജിനലിൻ്റെ വേവ് ലെങ്ത് ലാംഡ. അങ്ങനെയാവുമ്പം എത്രമാത്രം ഷിഫ്റ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഷിഫ്റ്റ് ഇൻ വേവ് ലെങ്ത് ആണ് യഥാർത്ഥത്തിൽ കോംപ്ടൺ വേവ് ലെങ്ത്തിൽ, കോംപ്ടൺ എഫക്റ്റിൽ നമ്മൾ കാണുന്നത്. വിച്ച് ഈസ് ഈക്വൽ എച്ച് ബൈ എം സി ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ. ഇപ്പം ഇലക്ട്രോൺ ആയതുകൊണ്ട് എം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9.1 ഇൻറ്റു 10⁻³ ആണ്. സി ഇൻറ്റു 3 ഇൻറ്റു 10⁸ ആണ്. എച്ച് ഇൻറ്റു 6.6 ഇൻറ്റു 10⁻34 ആണ്. ഇതെല്ലാം കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ടേം കിട്ടും. ഇലക്ട്രോണിൻ്റെ കേസിൽ അതിനെ ലാംഡ സി എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.4 പീക്കോമീറ്റർ. പീക്കോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10⁻12 മീറ്റർ ആണ്. അപ്പോൾ ഇലക്ട്രോൺ ആണ് എങ്കിൽ നിങ്ങൾ 2.4 പൈക്കോമീറ്റർ ആണെന്നുള്ള കാര്യം നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. നിങ്ങളെ എൻട്രൻസുകൾക്കൊക്കെ അത് ഗുണകരമാവും. അതിനുശേഷം നിങ്ങൾക്ക് ലാംഡ സി എന്ന് പറയുന്നത് എച്ച് ബൈ എം സി ആണ്. സോ ദാറ്റ് ഈസ് 2.4 പൈക്കോമീറ്റർ. ഓക്കെ. അപ്പോൾ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞു, ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ദ ഫോട്ടോൺ ഈസ് കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ്. ഹിയർ ഇറ്റ് ഈസ് നോട്ട്. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് കോംപ്ടൺ എഫക്റ്റിൽ നമ്മൾ സാധാരണ ലൈറ്റിൻ്റെ ഒക്കെ കേസിൽ നമ്മളുടെ എക്സ്റേയുടെ കേസിലൊക്കെ തന്നെയും വളരെ വളരെ ഇത് പൈക്കോമീറ്ററിൻ്റെ റേഞ്ചിലാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ശരിയല്ലേ? അപ്പം ഇതിലും എനർജി കുറഞ്ഞ എന്താ പറയുക, വിസിബിൾ ലൈറ്റിൻ്റെ ഒക്കെ കേസിൽ ഇത് ഇനിയും ഒരു 100 ഓർഡർ താത്തോട്ട് പോകും. 10⁻14 മീറ്റർ ഒക്കെ ആവും. അത് കണ്ടു കിട്ടാൻ, അത് അളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായും നമ്മൾ എക്സ്റേയിലാണ് കോംപ്ടൺ എഫക്റ്റ് അപ്പം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. ബിക്കോസ് ഇൻ വിസിബിൾ റേറ്റ് ആൻഡ് അൾട്രാവയലറ്റ് ആൻഡ് ഓൾ ഈ സാധനം ഈ ഷിഫ്റ്റിംഗ് വേവ് ലെങ്ത് പറഞ്ഞാൽ വളരെ വളരെ ചെറുതാവും. ഓക്കെ. Now let us see how it goes. Let us see a problem where an X-ray of wavelength 10 picometer are scattered from a target. First question is find the wavelength of X-ray scattered through 45 degree, which is a pretty obvious question because you already know the equation. Lambda dash minus lambda is equal to Compton wavelength into 1 minus cos phi. Cos phi എന്താണ് തന്നിട്ടുണ്ട്, which is 45 degree. And you know what is lambda അല്ലേ? ലാംഡ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ലാംഡ ഡാഷ് കാണാൻ ഒരു പാടുമില്ല. സോ ദിസ് ഈസ് 10 പൈക്കോമീറ്റർ പ്ലസ് 0.293 ലാംഡ സി. ശരിയല്ലേ? കാരണം 1 മൈനസ് കോസ് 5 എന്ന് പറയുന്നത് എന്താ? കോസ് 45 എന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം, വിച്ച് ഈസ് 1/√2. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 10.7 പൈക്കോമീറ്റർ എന്ന് കിട്ടും. ഫൈൻഡ് ദ മാക്സിമം വേവ് ലെങ്ത് പ്രസന്റ് ഇൻ ദ സ്കാറ്റേർഡ് എക്സ്റേസ്. മാക്സിമം വേവ് ലെങ്ത് പ്രസന്റ് എന്ന് വെച്ചാൽ ഏതാ? ഏറ്റവും കൂടുതൽ ചേഞ്ച് വരിക എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ എനർജി കുറയുക എന്ന് പറയുന്നത് എപ്പോഴാ? നമ്മളുടെ ഇലക്ട്രോണിനെ തട്ടി ലൈറ്റ് നേരെ 180 ഡിഗ്രിയിൽ ബാക്കോട്ട് പോകുമ്പോഴാണ് എനർജി ഏറ്റവും കൂടുതൽ കുറയുക. ശരിയല്ലേ? അപ്പം ഏറ്റവും കുറഞ്ഞ എനർജി ഉള്ള ലൈറ്റിന് വേവ് ലെങ്ത് കൂടുതലാവും. അപ്പോൾ ആ വേവ് ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം എപ്പോഴാവുക? നമ്മളുടെ ഇലക്ട്രോൺ ഇതാണ്, ലൈറ്റ് ഇവിടെ തട്ടിയിട്ട് നേരെ 180 ഡിഗ്രിയിൽ തിരിച്ചു പോവുകയാണെങ്കിലാണ് നമുക്ക് എന്ത് വരിക?
നമ്മളെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ചേഞ്ച് ആവുക. സോ ഫൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ശരിയല്ലേ? അപ്പോൾ ഇവിടെ 1 മൈനസ് കോസ് ഫൈ എന്ന് വെച്ചാൽ -1 ആണ്. 1 മൈനസ് -1 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ലാംഡ ഡാഷ് ഈക്വൽ ടു ലാംഡ പ്ലസ് 2 ലാംഡ സി, ദാറ്റ് ഈസ് ഈക്വൽ ടു 14.9 പൈക്കോമീറ്റർ. അടുത്തത് ഫൈൻഡ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് റീകോയിൽ ഇലക്ട്രോൺ ആണ്. ശരിയല്ലേ? മാക്സിമം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ്. ശരിയല്ലേ? അപ്പം മാക്സിമം കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ എന്താവണം? നമ്മളുടെ ലൈറ്റിന് ഏറ്റവും കൂടുതൽ എനർജി ലോസ് ആവണം. ഏറ്റവും കൂടുതൽ എനർജി ലോസ് ആവുക എന്ന് വെച്ചാൽ എപ്പോഴാണ്? ഇത് ഇലക്ട്രോണിൽ തട്ടി തിരിച്ചു വരുന്നത് നേരെ 180 ഡിഗ്രി ബാക്കിലോട്ട് വരുമ്പോഴാണ്. അപ്പോഴല്ല ഏറ്റവും കൂടുതൽ എനർജി ട്രാൻസ്ഫർ ഉണ്ടാവുക. ശരിയല്ലേ? അപ്പോൾ എന്താണ്? നമ്മൾ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് ചെയ്താൽ മതി. എച്ച് ന്യൂ എന്ന് പറയുന്നത് എന്താ? സി ബൈ ലാംഡ. അപ്പോൾ ലാംഡ വന്നിരിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് മൈനസ് ന്യൂ ഡാഷ്. അവിടെ ശ്രദ്ധിക്കണം, ന്യൂ ഡാഷ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എനർജിക്ക് 180 ഡിഗ്രിയിൽ സ്കാറ്റർ ബാക്ക് ചെയ്യണം. ശരിയല്ലേ? സോ 1 ബൈ ലാംഡ ഡാഷ് ഈസ് 14.9 പൈക്കോമീറ്റർ ആണ്. ശരിയല്ലേ? ഇനി അത് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിൽ ഇവിടെ ഇത് ചെയ്യുമ്പോൾ 1/10 പൈക്കോമീറ്റർ മൈനസ് 1/14.9 പൈക്കോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവൾ 10⁻12 പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് 2 പ്രാവശ്യം ചെയ്യണ്ട. നമുക്ക് അപ്പോൾ ഈ പൈക്കോമീറ്റർ വെട്ടിക്കളയാം. 1/10 മൈനസ് 1/14.9 ചെയ്താൽ മതി. ബിക്കോസ് 10⁻12 ഓൾറെഡി പുറത്തിട്ടുണ്ട്. കൈനറ്റിക് എനർജി മാച്ച് ഈക്വൽ ടു 6.54 × 10⁻15. ശരിയല്ലേ? ജൂൾസ്. ഓക്കെ, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ നിങ്ങൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണം. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾ വ്യത്യസ്ത രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. എൻ്റെ കയ്യിൽ 6 ജൂൾസ് എന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ അതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണം. ശരിയല്ലേ? ഇപ്പോൾ ജൂൾസിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ എനിക്ക് 6 ജൂൾസിനെ 6 ജൂൾസ് ഇൻറ്റു 1 എന്ന് എഴുതാം. അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ എനിക്ക് അറിയുന്നത് 1 ജൂൾ അല്ലെങ്കിൽ 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾസ് ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഇവിടെ ജൂളാണുള്ളത്, ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്കാണ് വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജൂളിനെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഞാൻ ഇവിടെ ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക? 1 ഈസ് ഈക്വൽ ടു 1 EV ബൈ 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾസ്. ഇങ്ങനെ എഴുതാലോ? ഇനി 6 ജൂൾസ് ഇൻറ്റു 1, അതിന് ആ 1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താവും? 6 ജൂൾസ് ഇൻറ്റു 1 EV divided by 1.6 into 10⁻⁻19 ജൂൾസ്. ശരിയല്ലേ? അപ്പം ഈ ജൂൾസിനെ രണ്ടിനും എനിക്ക് വെട്ടിപ്പോവാം. ആൻസർ വിൽ ബി ഇൻ ഇലക്ട്രോൺ വോൾട്ട്. ശരിയല്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും ചെയ്യാം. ഇപ്പം ഇൻസ്റ്റെഡ് ഓഫ് 6 ജൂൾ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് 6 ജൂൾ യു ഹാവ് 6 ഇലക്ട്രോൺ വോൾട്ട്. 6 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എനിക്കിങ്ങനെ എഴുതാം, 6 ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾസ് ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് ഇലക്ട്രോൺ വോൾട്ട് അടിയിലെത്തുന്ന രീതിയിൽ, ക്യാൻസൽ ആവുന്ന രീതിയിൽ എഴുതണം. സോ 1.6 into 10⁻⁻19 joules divided by 1 electron volt equal to 1. ശരിയല്ലേ? അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. 6 electron volt into 1.6 into 10⁻⁻19 joules divided by 1 electron volt. അല്ലേ? ഇതാണ് നമ്മളുടെ എനർജി. അപ്പോൾ ഈ ഇലക്ട്രോൺ വോൾട്ടും കിട്ടി. ജൂൾ വിൽ ബി ഇൻ അല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ജൂൾസ് എന്ന് പറയുന്നത് ചെറിയ എപ്പോഴും 10⁻⁻⁻ എന്നൊക്കെ ഉള്ള രീതിയിൽ എഴുതുക. -19 18 ആ വലിയ, കാരണം ജൂൾസ് എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ഡെയിലി ലൈഫിൽ വരുന്ന യൂണിറ്റ് ആണ്.
ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിൻ്റെ ലോകത്ത് മാത്രം വരുന്ന യൂണിറ്റാണ്. സോ ജൂൾസിൻ്റെ ആൻസർ വരുമ്പോൾ എപ്പോഴും എന്താ പറയുക, വലിയൊരു നെഗറ്റീവ് 10⁻15 ടു 10⁻25 ആ റേഞ്ചിലുള്ള വാല്യൂസ് ആവും നിങ്ങൾക്ക് ഉണ്ടാവുക. അത് കണക്കാക്കൂട്ടി അങ്ങനെ ഡിവൈഡ് ചെയ്താലും മതി, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. അപ്പോൾ എനിക്കിതിൻ്റെ നോട്ട് അടുത്ത ക്ലാസ്സുകളിൽ കിട്ടണം. ഒരു 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എവിടെ കയറ്റണം, നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറ്റണം. അതിനനുസരിച്ചാവും നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്ക് ഇടുക. അപ്പം അന്ന് ഇൻറ്റേർണൽ മാർക്ക് ഇടുന്ന സമയത്ത് എന്താ ഇൻറ്റേർണൽ കുറഞ്ഞു എന്ന് പറഞ്ഞ് വരരുത്, ഞാനിത് കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ട്.